ഹലോ ഡെൻസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സംഭവങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടാവും അല്ലേ? അപ്പോൾ വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ഈ സംഭവങ്ങൾക്ക് മൂർച്ചൂട്ടാനായിട്ട് സാധിക്കും. നമ്മുടെ 2 കത്തി എടുത്തിട്ടുണ്ട്. 2 കത്തിയും ഒട്ടും മൂർച്ചയില്ല. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് രാഗി ശരിയാക്കണം. അതുപോലെ തന്നെ മിക്സിയുടെ ജാറ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് കുഞ്ഞു ജാറായിരിക്കും ഉപയോഗിക്കുക. അതുപോലെ തന്നെ കത്രികൾ ഞാൻ 2 ടൈപ്പുള്ള കത്രി, മീൻ വെട്ടുന്നതും മറ്റേത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഉള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന കല്ലാണ്. ഈ കല്ലിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ നമ്മുടെ കത്തിയുടെ മൂർച്ച നന്നായിട്ട് കൂടിക്കോളും. അതല്ലെങ്കിൽ അമ്മിക്കല്ലിൻ്റെ സൈഡിലായിട്ട് നന്നായിട്ട് ഉരച്ച് കൊടുത്ത് കേട്ടോ. ഇതൊന്നും ഇല്ലെങ്കിൽ രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മുടെ സെറാമിക് കപ്പുകൾ ഉണ്ടാവില്ലേ, ആ കപ്പിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ, നന്നായിട്ട് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മൂർച്ചയിൽ നമുക്ക് കത്തി കിട്ടിക്കോളും. അപ്പോൾ ഇനി കല്ലൊന്നും അന്വേഷിച്ച് പോയില്ലെങ്കിലും ഇങ്ങനെ ആയാലും നമുക്ക് കിട്ടിക്കോളും കേട്ടോ. അത് കണ്ടില്ലേ? നമുക്ക് മറ്റേ കത്തി കൂടി ഇതുപോലെ ഒന്ന് മൂർച്ച കൂട്ടിയെടുക്കാവേ. അപ്പോൾ കത്തിക്ക് ഒട്ടും മൂർച്ചയിലായിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ സെറാമിക് കപ്പുകൾ നിങ്ങളുടെ വീടുകളിലെല്ലാം മിക്ക വീടുകളും ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ നന്നായിട്ട് ഉരച്ച് കഴിയുമ്പോഴേക്കും ഒരു സൈഡ് നന്നായിട്ട് മൂർച്ചയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് കണ്ടില്ലേ? നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കുന്നതല്ലേ? അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള മിക്സിയുടെ ജാറൊക്കെ കൂടുതൽ പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും ബ്ലേഡുകൾക്ക് ഒരല്പം മൂർച്ച കുറവൊക്കെ ഉണ്ടായിരിക്കും. അത് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള 2 സ്പൂൺ കല്ലുപ്പില്ലേ, കല്ലുപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിന് നല്ല മൂർച്ചയോട് കിട്ടിക്കോളും. ഇനി കല്ലുപ്പില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ മുട്ട ഉണ്ടാവില്ലേ, മുട്ട ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ തോട് എടുക്കുക. തോട് ഇതുപോലെ അടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനത് കല്ലുപ്പ് നന്നായിട്ട് അടിഞ്ഞിട്ടിട്ടുണ്ട്. അതുകൂടാതെ ബ്ലേഡിന് നല്ല മൂർച്ചയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഉപ്പൊക്കെ നീക്കിയതിന് ശേഷം ഒരല്പം വെള്ളം കൂടി ചേർത്തതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കണം. നമ്മൾ എപ്പോഴും എന്തെങ്കിലും സാധനങ്ങൾ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ കഴുകി എടുക്കുമ്പോഴേക്കും അധികം അഴുക്കുകളും പോകണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചു കഴിഞ്ഞ ശേഷം ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അത് ക്ലീനായി കിട്ടിക്കോളേ. ഇനി നമ്മുടെ വീട്ടിലുള്ള കത്രികകളുടെ മൂർച്ച അങ്ങനെ കൂട്ടാൻ നോക്കാം. ഞാനിവിടെ മീൻ വെട്ടുന്നതും സാധാരണ ഒരു കത്രിക എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മൂർച്ച കൂട്ടാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഹോർലിക്സിൻ്റെ കുപ്പി ഉണ്ടാവില്ലേ, അതിൻ്റെ മുകളിൽ വരുന്ന ഒരു അലൂമിനിയം ഫോയിലില്ലേ, ആ സംഭവം ഇതുപോലെ ഒന്ന് കത്രിക വെച്ച് നന്നായിട്ടൊന്ന് വെട്ടി കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ കത്രികയുടെ മൂർച്ച താനേ കൂടിക്കോളും. ഇനി ഇതില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ എന്തായാലും കുട്ടികളുടെ മുതിർന്നവരുടെ വീട്ടിലായാലും വാങ്ങുന്നതാണ് മാഗി. ഈ മാഗിയുടെയൊക്കെ മസാലയുടെ പാക്കറ്റ് ഉണ്ടാവില്ലേ, അത് അങ്ങനെയുള്ളൊരു പാക്കറ്റാണിത്. അത് ഇതുപോലെ ഒന്ന് വെട്ടി കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ കത്രികയുടെ മൂർച്ച ഓട്ടോമാറ്റിക്കായിട്ട് കൂടിക്കോളും. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെന്തായാലും ഗുളികകളൊക്കെ മേടിക്കുന്നുണ്ടാവില്ലേ, ഗുളിക മേടിക്കുന്ന ആ പാക്കറ്റിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കത്രികയുടെ മൂർച്ച കൂടിക്കോളും. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും പേടിക്കേണ്ട. നമ്മുടെ ചോക്ലേറ്റൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അലൂമിനിയം ഫോയിൽ ഉണ്ടായിരിക്കില്ലേ, അതായാലും ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും നമുക്ക് നന്നായിട്ട് മൂർച്ച കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിന്നിവിടെ മിക്സിയുടെ ജാറിൻ്റെ മൂർച്ച കൂട്ടി, അതുപോലെ തന്നെ കത്തികളുടെ മൂർച്ച കൂട്ടിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കത്രികയുടെ മൂർച്ചയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിച്ചോളും. താങ്ക് യു ഫോർ വാച്ചിങ്.